നാമസങ്കീർത്തനം. ക്ഷമിക്കണം, ഇന്ന് ഗുരുവായൂരിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കാലത്ത് 10 മണിക്ക്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് 10:30 അവിടെ നിന്ന് പുറപ്പെട്ട് ഭാഗ്യവശാൽ ഒരു 12 മണിക്ക് ഇവിടെ എത്തി. ഇവിടുത്തെ ഒരു ബ്ലോക്കിൽ 10 മിനിറ്റ് ലേറ്റ് ആയാലേ 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളിവിടെ എത്താൻ സാധിച്ചു. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് ആഗോള തലത്തിൽ മനസ്സിൻ്റെ ആരോഗ്യ ദിനം കൂടിയാണ്. ഇന്ന് ലോകം മുഴുവനുള്ള മലയാളി സമൂഹം ആരാത് വീണത് നാരായണീയ പാരായണം ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പം നാരായണീയ പാരായണം ഇവിടെ നടത്തിയല്ലോ നിങ്ങളല്ലേ? ഒക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സൗഭാഗ്യമാണ് നമ്മുടെ ഒരു ഭാരതീയ പൈതൃകമായ സംസ്കൃതി. ഈ സംസ്കൃതി നമുക്കെല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഭാഗവതത്തിലെ കഥകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കഥകളായാലും നമുക്ക് ആ കഥകളിലൂടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരിപ്പോൾ നമ്മളിൽ നിന്നും ഏറെ അകന്നു പോകുന്നു എന്നൊരു സത്യം നമ്മൾ ഉൾക്കൊള്ളുക. അപ്പം അവരെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു സംസ്കൃതിയിലേക്ക് കൊണ്ടുവരേണ്ടത്? എന്തിനാണ് നമ്മൾ ഈ സംസ്കൃതിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നാണെങ്കിൽ, വെറുതെ നമ്മളവരെ ആത്മീയതയിൽ കൊണ്ടുവരല്ല. അവർക്കവരുടെ കഴിവുകൾ അറിയാതെ പോയാൽ, മറ്റുള്ളവരെ അന്ധമായി അവരെ അനുകരിക്കാൻ പോയാൽ, സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മഹിമ അറിയാതെ പോയാൽ, ഉൾക്കരുത്തില്ലാത്ത കഴിവുകളില്ലാത്ത അനുകരിക്കുന്നൊരു ജീവിതം അത് വിജയത്തിൻ്റെ ജീവിതമാണോ? പറയൂ. അത് മടുപ്പും വിരസതയും കുറേ കഴിഞ്ഞാൽ ഒറ്റപ്പെടലും ദുഃഖവും അല്ലേ, നിരാശയുമായിരിക്കും. ആണോ അല്ലയോ? ആണോ? ആ നിരാശയാണ് ഇന്ന് പലരുടെയും ജീവിതത്തെ പലപ്പോഴും ആത്മഹത്യകളിൽ കൊണ്ടെത്തിക്കുന്നത്. ആണോ? ആണോ അല്ലയോ? വാസ്തവത്തിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് നമുക്കതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനോബലം. കാരണം ഇതിനും വലിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മുടെ ആളുകൾ പണ്ട് നേരിട്ടിട്ടുണ്ട്. ഇപ്പം നോക്കൂ, രാവണൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന സീതാദേവിയുടെ ആ പ്രശ്നം നോക്കൂ നിങ്ങൾ. ഗുരുതരല്ലേ? ആണോ? ഗർഭിണിയായ സീതയെക്കുറിച്ച് അപവാദം പറയുന്നത് ഗുരുതരല്ലേ? ആണോ അല്ലയോ? അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ എല്ലാവരുടെ മുന്നിലും വെച്ച് വസ്ത്രം അഴിച്ചു മാറ്റുക, അവളെ വിവസ്ത്രയാക്കുക എന്നുള്ളത് ഗുരുതരാണോ? പറയൂ. അപ്പം ഇതൊക്കെ കടന്നുപോയ പാഞ്ചാലിമാരും സീതമാരൊക്കെ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? പക്ഷെ അവരൊന്നും തളർന്ന ചരിത്രമല്ല, മറിച്ച് അവരെ തളർത്താൻ നോക്കിയവരൊക്കെ തളർന്ന ചരിത്രമാണ്. ഇന്ന് പലരും ഇരകളായി മാറുന്നതിന് കാരണം അവർക്ക് മറ്റൊരാളെ മറികടക്കാനുള്ള, അല്ലെങ്കിൽ മറ്റൊരാളുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാനുള്ളൊരു എന്തില്ല മനോബലമില്ല. ഇപ്പോൾ ഒരു മനോബലമില്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ നിങ്ങൾ? ശരിയാണോ? ഉറക്കെ പറയൂ. ശരിയാണോ? അപ്പോൾ അവരെ ആത്മീയതയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? ഉറക്കെ പറയൂ. അപ്പം അതിനാണ് ഞാനും നിങ്ങളൊക്കെ ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിനൊക്കെ ഇരിക്കുന്നത്. നമ്മളും ഉയരണം, മറ്റുള്ളവരെ ഉയർത്തണം. നമ്മളും മുന്നോട്ട് പോകണം, അവർക്ക് നമ്മളൊരു വഴി കാണിച്ചു പോകണം. വേണ്ടേ? കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ കുട്ടികളിൽ ആത്മീയത ഇല്ലാതെ പോയതിന് കാരണം നമ്മളിൽ ഇതൊന്നും മനസ്സിലാക്കിയുള്ള ആചരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുക നമ്മളാണ് ഈ എല്ലാവരുടെയും വിചാരം എന്താണ്, എൻ്റെ പ്രശ്നമൊന്നും ലോകത്തിൽ ആർക്കും ഇല്ല എന്നാണ്. നിങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ച് നോക്കുക എൻ്റെ പ്രശ്നം എന്നാണ്. അതേതുപോലെ വെച്ചാൽ ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറയുന്ന പോലെയാണ്, ചെണ്ട ചെന്ന് തിമിലയോട് പറയുന്ന പോലെയാണ് എൻ്റെ പ്രശ്നം നീ ഒന്ന് അനുഭവിച്ച് നോക്കുകയെന്ന്. അപ്പോൾ മദ്ദളം എന്താ ചെണ്ടയോട് പറയുക? നിൻ്റെ ഒരു ഭാഗത്തല്ലേ ആ മാരാര് കൊട്ടുന്നുള്ളൂ, എൻ്റെ 2 ഭാഗത്തും കൊട്ടുന്നുണ്ട് എന്ന് അല്ലേ? ഇതുപോലെയാണ് എല്ലാവരുടെയും ജീവിതം. അപ്പം നമുക്ക് ഇവിടെ തൊഴിലില്ലായ്മയും ഓരോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അമേരിക്കയിൽ പോയി നോക്കൂ. അമേരിക്കയിലെ സായിപ്പ് പറയും മക്കളൊക്കെ ഓരോ വഴിക്ക് ഞാനൊരു വഴിക്ക് എന്ന്.
എല്ലാം ഓരോ വഴിക്കാണ്. അവിടെ ഒരു കുടുംബജീവിതം ഉണ്ടോ മര്യാദയ്ക്ക്? പറയൂ, ഇല്ല. അപ്പം അവർക്കില്ലാത്ത പലതും നമുക്കുണ്ട്, നമുക്കുള്ള പലതും നമുക്കില്ലാത്ത പലതും അവർക്കും ഉണ്ട്. ആണോ അല്ലയോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ഒരു വശത്ത് നമ്മൾ ഭൗതികമായി പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നന്നാവാൻ പറ്റുകയാണെങ്കിൽ നന്നായി. ഇനിയിപ്പോൾ എവിടെ പോയാലും ആത്മീയമായി നമ്മൾ ഉയരണം. കാരണം ജീവിതത്തിൻ്റെ ഒരു സുഖവും സൗന്ദര്യവും സ്നേഹവുമൊക്കെ ഇരിക്കുന്നത് ഒന്നിച്ചുള്ള ഒരു യാത്രയിലാണ്, അല്ലേ? എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു നാമം ചൊല്ലുക, എല്ലാവരും ഒരുമിച്ച് കുറച്ച് നേരമൊക്കെ ഇരിക്കുക. അതിൽ സന്തോഷമുണ്ടോ? ഇല്ല. എല്ലാവരും അവരവരുടെ മുറിയിൽ ഒതുങ്ങി ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കുക. പണ്ട് മുത്തശ്ശിമാരായിരുന്നു തോണ്ടിയത്. അവർ ചുണ്ണാമ്പെടുത്തിട്ടാണ് തോണ്ടിയത്. ഏതിൽ ഇന്നിപ്പോൾ ആ മുത്തശ്ശിമാരൊക്കെയാണ് ഇന്നിപ്പോൾ കുട്ടികളായി മാറിയത്. അവരും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ചുണ്ണാമ്പിലല്ലാതെ മാത്രം, അല്ലേ? കാലം മാറിപ്പോയി. അപ്പോൾ ഈ തരത്തിൽ അവനവൻ്റെ മുറിയിൽ ഒതുങ്ങിക്കൊണ്ടുള്ളൊരു ജീവിതം നല്ലതാണോ? ആണോ? അല്ല. അപ്പം ഇവിടെയാണ് ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയോ, ലോകത്തിലൊരു പക്ഷേ ആദ്യത്തെ ഡൈവേഴ്സ് കേസ് കൊടുത്തത്, അല്ലെങ്കിൽ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചത് കൃഷ്ണനായിരിക്കും. ആര്? കൃഷ്ണനൊരു ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കോ? ഇല്ല. എന്നാൽ കൃഷ്ണൻ ഒരു ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. ആർക്കാന്നറിയോ നിങ്ങൾ? ആർക്കാന്നറിയോ? രുക്മിണി ദേവിക്ക്. ഇന്നലെ നമ്മൾ കല്യാണമൊക്കെ കണ്ടില്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞു, വീണ്ടും കൃഷ്ണൻ പലരെയും കല്യാണം കഴിക്കുന്നുണ്ട്. ആരൊക്കെയാണ് കിട്ടുന്നത്? അത് കഴിഞ്ഞ ഭഗവാൻ സെമന്തകമണി കാരണം ആരൊക്കെ കെട്ടി? സത്യഭാമയെ കെട്ടി. അതിനു മുമ്പ് ജാമ്പുവതിയെ കെട്ടി, സത്യഭാമയെ കെട്ടി. പിന്നെ കൃഷ്ണൻ്റെ 8 ഭാര്യമാരുടെ പേരറിയുന്നവർ എത്ര പേരുണ്ട്? നന്നായി. ഇതൊന്നും അറിയുക ചെയ്യരുത്. വീട്ടിലുള്ളവരുടെ എൻ്റെ പേരറിയില്ല സ്വാമി, എന്നിട്ടല്ലേ. അപ്പോൾ ആരൊക്കെയാണ് കൃഷ്ണൻ്റെ ഭാര്യമാർ? കേട്ടോളൂ. ജാമ്പവതി, പറയൂ. സത്യഭാമ. പിന്നെ കൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിമാരായിട്ട് 1-2 ആളുകളുണ്ടായിരുന്നു, രാജാതി ദേവി തുടങ്ങിയിട്ടുള്ളവർ. അവരുടെ 2 മക്കളുണ്ട്. അവരെയാണ് ശ്രീഭദ്ര, അവർക്ക് പറയൂ, മിത്രവിന്ധ്യ. എത്ര പേരായി? 4 പേര്. ഇന്നലെ ഒരാളെ കെട്ടിയില്ലേ? അതടക്കം എത്രയായി? 5 പേരായി. രുക്മിണി അടക്കം എത്രയായി? 5 പേര്. ഇനി ഉള്ളത് കാളിന്തി. ആരാണ്? കാളിന്തി. പിന്നെ സത്യ. അത് കഴിഞ്ഞാൽ ലക്ഷ്മണ. ആരാണ്? ഇങ്ങനെ 8 പേരെ കൃഷ്ണൻ കല്യാണം കഴിച്ചു. എന്നാൽ അവിടം കൊണ്ട് തീർന്നോ? പോരാത്തതിനൊരു 16,000. എത്ര? 16,000. അപ്പം ഞാൻ ആ കഥയിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മൾ ഈ ഒരു കഥയിലേക്ക്, ഡൈവേഴ്സ് കേസ് അറിയണോ? നിങ്ങൾക്ക് അറിയണോ? അതാണ് താല്പര്യം. കണ്ടവൻ്റെ കേസൊക്കെ കേൾക്കാൻ നമുക്കൊരിഷ്ടമാണത്. ഏതായാലും കൃഷ്ണൻ രുക്മിണി ദേവിക്കൊരു ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. ആ അധ്യായമാണ് 60-ാം അധ്യായം, കർഹിജിത് അധ്യായം എന്ന് പറയും. അപ്പോൾ അവിടെ കൃഷ്ണൻ രുക്മിണി ദേവിയോട് പറയണം. അപ്പം കൃഷ്ണന് വേറെയും ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ. വേറെ ഇടപാട് വരുമ്പോഴല്ലേ ആദ്യത്തെ ആളോട് ഇത്തിരി താല്പര്യം കുറയുക. അതേത് ലോകത്തിലും ഏത് സ്ഥലത്തും ഒരുപോലെയാണോ? മിണ്ടണില്ല നിങ്ങൾ. പുതിയ ഇടപാട് വരുമ്പോൾ പഴയ ഇടപാടിനോട് ഇത്തിരി താല്പര്യം കൂടുമോ? കുറയും. അത് തന്നെയാണ് എല്ലാ ലോകത്തിലും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി ദേവി ഇത്തിരി ഭാഗ്യം കുറഞ്ഞവളാണ്. കാരണം എന്ന് വെച്ചാൽ ദേവിയെപ്പോലെ ഒരു ഭാഗ്യമില്ലാത്ത ഒരാളുണ്ടാവില്ല. കാരണം ദേവി വിചാരിച്ചത് കൃഷ്ണൻ്റെ കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാം, എൻ്റെ കൂടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാം. അത് നടക്കില്ലേ ദേവി. നമ്മൾ തമ്മിൽ ചേരില്ലല്ലോ ദേവി. എന്തൊക്കെ ചേരാത്തതിന് കുറേ കാര്യങ്ങൾ കൃഷ്ണൻ പറഞ്ഞത്. നിറം കൊണ്ട് ചേരില്ല. ദേവി നല്ല വെളുത്ത് സുന്ദരിയായിരുന്നു. കൃഷ്ണനും നല്ല, കൃഷ്ണൻ്റെ നിറം കറുത്ത, നല്ല കറുപ്പിന് 7 അഴക് എന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ. അതുകൊണ്ട് ദേവി നമ്മൾ തമ്മിൽ ചേരില്ല. പിന്നെ ദേവിക്കാണെങ്കിൽ വലിയ കുലമഹിമയുണ്ട്. നമ്മൾ പറയില്ലേ തറവാടിത്തം എന്നൊക്കെ പറയില്ലേ, അവർ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയില്ലേ. എന്നാൽ കൃഷ്ണൻ്റെ കുലം ഒരു ശപിക്കപ്പെട്ട കുലമായിരുന്നു. പണ്ട് യയാതി ശപിച്ചു കളഞ്ഞു യാദവ കുലത്തെ. അതുകൊണ്ടൊരു രാജപ്രൗഢിയില്ലാത്ത കുലമായിരുന്നു ആരുടെ?
കൃഷ്ണൻ്റെ. ഇനി കൃഷ്ണൻ്റെ കുലമാണെങ്കിൽ ദരിദ്രവാസികളായിരുന്നു, ദാരിദ്ര്യമുള്ളൊരു കുലമായിരുന്നു യാദവ കുലം. എന്നാൽ രുക്മിണീ ദേവിയുടെ കുലം എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമായിരുന്നു. പിന്നെ രുക്മിണീ ദേവിയുടെയൊക്കെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല കുറേ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവർക്ക്. എന്നാൽ കൃഷ്ണൻ ആ ബന്ധുത്വവും ഉണ്ടായിരുന്നില്ല. പിന്നെ കൃഷ്ണൻ പറയുന്നത്, ദേവി നിങ്ങൾക്കൊക്കെ വലിയ സമ്മാനം തരാൻ ആൾക്കാരുണ്ട്. എന്നാൽ കൃഷ്ണൻ പറയുന്നു, എൻ്റെ ഭക്തന്മാരെന്താ തരിക? പൊതുവെ അമ്പലത്തിൽ പോകുന്നവരൊക്കെ എത്ര നോട്ടാണ് ഒഴിഞ്ഞിടുക? ഒന്നും മിണ്ടാത്ത നിങ്ങൾ. നമ്മളെ ഭഗവാന്മാരൊക്കെ ചില്ലറക്കാരല്ലേ? ഏറ്റവും കൂടുതൽ ചില്ലറ വന്ന് എത്തുന്നത് എവിടെയാണ്? ഇതൊന്നും മിണ്ടാത്തത്. അതും ചിലരുടെയൊക്കെ മനസ്സ് എന്ത് മനസ്സാണെന്നറിയില്ല. എന്ത് ജന്മം എടുത്തെന്ന്. ഈ കഴിഞ്ഞ കൊല്ലം നിരോധിച്ച നോട്ട് ഇപ്പോഴും വരും. കീറിയ 10ൻ്റെ നോട്ട്, അതിനെ ഒട്ടിക്കാൻ ബാക്കി ഉണ്ടാവില്ല. ഇതാർക്കും വേണ്ടാത്ത നോട്ടൊക്കെയാണ് ആർക്ക് കൊടുക്കുക? എന്നിട്ട് അതിങ്ങനെ ഒഴിഞ്ഞ് മകൻ്റെ കല്യാണം നടക്കണം, മകളെ പ്രസവം നടക്കണം, മകളുടെ മൂത്ത കുട്ടിക്ക് അഡ്മിഷനും കിട്ടണം, എല്ലാം കൂടി 10 രൂപ. പറ്റിയ എൻ്റെ മുട്ടുവേദനയും കൂടി തീർത്ത് തരണമെന്ന്. എല്ലാം കൂടി എത്ര? എല്ലാം കൂടി 10 രൂപ. ഭഗവാനെങ്ങാനും ആ ബോധത്തിലാണ് ഇരിക്കണമെങ്കിൽ ഭഗവാൻ പറയും, ഓ നല്ല ബുദ്ധി തന്നെ, ഇതുകൊണ്ടൊക്കെ തീർത്ത് തരേണ്ട ഈ കാര്യങ്ങൾ. അപ്പോൾ ഇപ്രകാരം ഞങ്ങളൊക്കെ ഒരു ചില്ലറക്കാരാണ്, നിങ്ങൾ സമ്പന്നരാണ്. അങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഭഗവാൻ പറയണത്, ദേവിയുടെ കുലം വളരെ ഉന്നതവും ഞങ്ങൾ വളരെ താഴെയാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ട് ചേരില്ല. അതുകൊണ്ട് ദേവി വിഷമിക്കണ്ട. ദേവിയെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരുത്തൻ്റെ പേരിൽ കല്യാണക്കത്തൊക്കെ അടിച്ചിരുന്നല്ലോ. ആരുടെ പേരിൽ? ശിശുപാലൻ. അവനിപ്പോഴും ആ കല്യാണക്കത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. എന്താണോ വീശാൻ കാരണം? എന്നെങ്കിലും ദേവി എൻ്റെ അടുത്തേക്ക് വരുന്ന. പണ്ട് വരാപ്പുഴയിലൊരു കഥ നടന്നു, ഒരു കുതിരയും കഴുതയുടെയും കഥ. ആരുടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ടൊരു കുതിരയും കഴുതയുണ്ടായിരുന്നു. ആര്? ഇവരൊക്കെ പറയണം നിങ്ങൾ. ഈ കുതിരയും കഴുതയും വലിയൊരു സമ്പന്നൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ വിറ്റു. കുതിരയെ വേറൊരു സമ്പന്നൻ വാങ്ങിച്ചു, കഴുതയെ ഒരു അലക്കുകാരൻ. പണ്ടൊക്കെ ഈ അലക്കുകാർ ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പഴയ കാലത്തൊക്കെ സൈക്കിളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് എവിടെയാണ്? ഏതിലാ? ഈവൻ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ശബരിമലയിലൊക്കെ കണ്ടില്ലേ? ശബരിമലയിൽ ആ കാഴ്ച കണ്ടവർ എത്ര പേരുണ്ട്? കഴുതപ്പുറത്ത് എന്തുകൊണ്ടുപോകും? ശർക്കര തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ? പണ്ട് ധാരാളം അങ്ങനെ കഴുതപ്പുറത്ത് കൊണ്ടുപോകാറില്ലേ? കണ്ടിട്ടുണ്ടോ ഈ കാഴ്ച പഴയ കാലത്ത്? അപ്പോൾ ഈ കഴുത ഒരു അലക്കുകാരന് കൊടുത്തു. കുതിരയാണെങ്കിൽ നല്ല സമ്പന്നൻ്റെ വീട്ടിൽ. കുതിരയ്ക്ക് രാവിലെ ബദാം മിൽക്ക്, കുതിരയ്ക്ക് നല്ല നല്ല ഹോർലിക്സ് പോലുള്ള ഫുഡുകൾ, കുതിര ഇങ്ങനെ തടിച്ചു കൊഴുത്തു. ഈ അലക്കുകാരനാണെങ്കിൽ പോയി വന്നാൽ നല്ല വെള്ളം, ഈ കഴുതക്കിട്ട് നല്ല അലക്കും, അടി പാവം. അതിന് അവിടെ പൊട്ടി മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കില്ല, ഉണക്ക പുല്ലും കൊടുത്ത്. ഇത് പോരാത്തതിന് ഈ അലക്കുകാരൻ കള്ളു കുടിച്ച് ഭാര്യയും അടിക്കും. അപ്പം ഈ ഭാര്യ ഉറക്കെ പറയും, ദൈവമേ ഇതിലും ഭേദം ആ കഴുതയുടെ കൂടെ ജീവിക്കുക നല്ലതെന്ന്, ഇതിലും ഭേദം ആ കഴുതയുടെ കൂടെ ജീവിക്കുകയാണ് നല്ലതെന്ന്. ആര് പറയും? കഴുതയല്ല, ഭാര്യ പറയും. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഒരു 2-3 വർഷത്തിന് ശേഷം ഈ അലക്കുകാരൻ ഈ കഴുതയും കൊണ്ടിങ്ങനെ പുഴയുടെ തീരത്ത് പോയി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കഴുത ഇങ്ങനെ അവിടെ എന്താ പുല്ല് കിട്ടണമൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ കുതിരയും കൊണ്ട് ആ സമ്പന്നൻ വരുന്നത്. അപ്പോൾ ഈ കുതിരയ്ക്ക് ഈ കഴുതയെ കണ്ടപ്പോൾ പഴയ ഓർമ്മ വന്നു. പണ്ട് നമ്മൾ ഒരിക്കൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവരായിരുന്നു, നമ്മൾ 2 പേരും വരാപ്പുഴ ഉണ്ടായിരുന്നു. നമ്മൾ മറക്കാൻ പറ്റുമോ? ഓർമ്മയില്ലേ ഈ മുഖം? പഴയ കാലത്തെ കഥകളൊക്കെ അവർ ഓർത്ത് പെട്ടെന്ന് ഓടി വന്നു കുതിര കഴുതയുടെ അടുത്തേക്ക്. അപ്പോൾ കുതിരയെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കുതിര. കഴുതയാണെങ്കിലോ അടിയും കിട്ടി ഉണക്കപ്പുല്ലൊക്കെ കഴിച്ച് എല്ലും തോലും. അപ്പോൾ കുതിര കഴുതയോട് ചോദിച്ചു, എന്താ നിനക്ക് സുഖമല്ലേ എന്ന്. കഴുത തിരിച്ചു ചോദിച്ചു, നിനക്ക് സുഖമല്ലേ എന്ന്. ഓ, എന്നെ കണ്ടാൽ അറിയാലോ, എന്നെ എല്ലാവരും സ്നേഹിച്ചു കൊല്ലുകയാണെന്ന്. നിൻ്റെ കാര്യമെന്ന്. എൻ്റെ കാര്യം ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്ന്. എന്താവോ പ്രതീക്ഷ? അലക്കുകാരൻ്റെ ഭാര്യം പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ദിവസം ആരെ കൂടെ പോവുക നല്ലത്?
ഇതിലും വേദ കഴുതയുടെ കൂടെ പോവുക നല്ലതെന്ന് പറഞ്ഞില്ലേ. കാത്തിരിക്കുകയാണ്. ആര്? ഇതുപോലെയാണ് നമ്മുടെ ശിശുപാലൻ കാത്തിരിക്കുകയാണ് കത്തും പിടിച്ചിട്ട്. ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ആര് വരും? രുക്മിണി. അപ്പം ഭഗവാൻ പറഞ്ഞു, ദേ രുക്മിണി, ആ പാവം കത്തും കൊണ്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെയും പ്രതീക്ഷിച്ച്. അതുകൊണ്ട് ദേവി ഒരുങ്ങിക്കോളും. അന്നത്തെ സാരി എന്നെ എടുത്തോളൂ, ഞാൻ കൊണ്ട് വിട്ടോളാം എന്ന്. നന്നായില്ലേ? ഇതാണ് ആദ്യത്തെ ഡൈവേഴ്സ് നോട്ടീസ്. ആരുടെ വക? കൃഷ്ണൻ്റെ. ഇത് കേട്ടാൽ സന്തോഷം ഉണ്ടാവുമോ? ഇത് കേട്ടതും രുക്മിണി ദേവി അങ്ങോട്ട് തല കറങ്ങി വീണപ്പോൾ കൃഷ്ണൻ വേഗം വെള്ളമൊക്കെ കൊണ്ടുവന്ന് മുഖത്തൊക്കെ തളിച്ചു. എന്നിട്ട് ദേവിയാണ് ഈ ജന്മം ഉണ്ടെങ്കിൽ കണ്ണും തുറക്കില്ല. ഭഗവാൻ പറഞ്ഞു, ദേവി കണ്ണു തുറക്കുമെന്ന്. ദേവി കണ്ണു തുറക്കാതെ കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, അയ്യോ ദേവി, ഞാൻ ദേവി ഉപേക്ഷിക്കുമോ? ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തമാശ പറയുമ്പോൾ ദേവി എങ്ങനെ എന്നോട് ഇതിനെ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ദേവി ഒന്ന് പ്രകോപിപ്പിച്ച് നോക്കിയതാണ്. സത്യത്തിൽ ദേവി ഉപേക്ഷിക്കാനല്ല ഞാനിതൊന്നും പറഞ്ഞത്. ഞാൻ സത്യം പറയാണ്, ഞാൻ ഉപേക്ഷിക്കാനല്ല എന്ന്. അപ്പോൾ ദേവിക്കൊരു സംശയം, ഒറ്റ കണ്ണുകൊണ്ട് നോക്കി, സത്യമാണോ പറയണതെന്ന്. കാരണം കൃഷ്ണൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. അപ്പോൾ ഭഗവാന്റെ മുഖത്ത് ഒട്ടും ദേവിയെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു സീരിയസ്നെസ് ഇല്ലേ. ഭഗവാൻ വളരെ ശാന്തനായിട്ട് സ്വസ്ഥനായിട്ട് അങ്ങനെ ഒരു സമാധാനത്തോടെയാണ് പറയണത്. അപ്പം വെറുതെ പറഞ്ഞാണ് ദേവിക്ക് മനസ്സിലായി. അതിന് ദേവി കൊടുക്കുന്ന ഒരു മറുപടി 60-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 23-ാം ശ്ലോകം മുതൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. എനിക്ക് വളരെ ഒരു ഗംഭീരമായൊരു ഭാഗമാണ്. ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. എന്താണ് ശരിക്കും ജീവിതമെന്ന് ഇവിടെയൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് ദേവി. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഭാഗവത്തിലെ എത്ര ഭാഗങ്ങൾ പറഞ്ഞാലും നമുക്ക് മതി വരില്ല. അത്ര ആഴമുള്ള ഭാഗങ്ങളാണ് ഭാഗവതം. 60-ാം അധ്യായം ബുക്കിലുള്ളവരൊക്കെ നോക്കുക. ഞാൻ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. നമ്മുടെ ഒരു സമയം ഇന്ന് പോയി വന്നതുകൊണ്ട് കുറച്ച് സമയം മുഴുവൻ പറയാൻ പറ്റാത്തതുകൊണ്ടുള്ള ക്ഷമ ചോദിക്കുകയാണ്. 34-ാം ശ്ലോകം മുതൽ നന്മേവമേതരവിന്ദവിലോചനാഹം യദ്വൈഭവൻ ഭഗവതോ അസദൃശീ വിഭും നാം കൊസ്സേ മഹിമ്യപിരതോ ഭഗവൻ പ്രതീശ ക്വാഹം ഗുണപ്രകൃതി അജ്ഞഗൃഹീതപാദ സത്യം ഭയാദിവ ഗുണേഭ്യ ഉരുക്രമാന്ത ശേതേ സമുദ്ര ഉപലംപനമാത്രാത്മാ നിത്യം കതീന്ദ്രിയഗണേ കൃതവിഗ്രഹസ്ത്വം ത്വൽസേവകേന പപതും വിദുതം തമോന്തം ത്വൽപാദപത്മമകരന്ദജുഷാം മുനീനാം വർമാസ്ഫുടം നൃപശുഭിന്നനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേകിതമീശ്വരസ്യ പൂമന്തവേകിതമതോ അനുയേ പവന്തം നിഷ്കിഞ്ചനോനനുഭവൻ യതോസ്തി കിഞ്ചിൽ യസ്മൈ ബലിം ബലിഭുജോഭികരന്ത്യജാദ്യ നത്വാ വിദന്ത്യ സുതുബോന്ധവമാദ്യദാന്ത പ്രേഷ്ടോ ഭവൻ ബലിഭുജാമപി തേപി തുഭ്യം തും വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ചയാ സുമതയോ വിസുദഞ്ച് കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവത സമാജ പുംസശ്രിയാശ്ചരതയോ സുഖദുഃഖിനൊന്ന് തുടങ്ങിയിട്ടുള്ള വരികൾ മനോഹരമായ വരികളാണ്, സുന്ദരമായ വരികളാണ്. ദേവി പറയണത്, ഭഗവാനെ ഒരു കാര്യം മനസ്സിലാക്കണം, അസദൃശ്യാണ് മനുഷ്യൻ. ആരും മറ്റൊരാളോട് സദൃശ്യരല്ല. ആരും മറ്റൊരാളോട് സദൃശ്യരല്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളിപ്പോൾ ജാതകം നോക്കിയാലും എന്തൊക്കെ നോക്കിയാലും ഒരു 100% പൊരുത്തം ആർക്കും ആരിലും ഉറക്കെ പറയൂ ഉണ്ടാവില്ല. അതിനാണ് ദേവി അസദൃശ്യം എന്ന് പറയുന്നത്. എന്താണ്? അപ്പം നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ കുറവുകൾ, മറ്റുള്ള ന്യൂനതകൾ, അതാണല്ലോ പലപ്പോഴും പലരും പ്രശ്നമാക്കുന്നത്, അല്ലേ? പെരുമാറ്റങ്ങളിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവില്ലേ? അവർക്ക് പറയൂ നിങ്ങൾ. വിദ്യാഭ്യാസം കൊണ്ടല്ല പലർക്കും പ്രശ്നമുണ്ടാവുക, ആണോ? ചില ഉത്തരവാദിത്വ കുറവുകൾ ആണോ? പറയൂ നിങ്ങൾ.
ഉത്തരവാദിത്വമൊക്കെ ചിലരെന്താ വെച്ചാൽ അവനവൻ്റെ ചില ആൺപിള്ളേരാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. ഓവറായിട്ട് മൊബൈൽ അഡിക്റ്റഡായി വീട്ടിലൊരു മൂലയിരിക്കും. വീട്ടിലെ കാര്യത്തിലൊന്നും അവർ ഉത്തരവാദിത്വം കാണിക്കും. ഇന്നാണെങ്കിൽ വീഡിയോ ഗെയിംസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡാണ് പല പിള്ളേരും. ആണോ? അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പല പിള്ളേരും ഓവറായിട്ട് മറ്റ് കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തും. എന്നാൽ കുടുംബകാര്യങ്ങളിലൊന്നും അവർ വേണ്ട പോലെ സമയം ചെലവഴിക്കുക. അവർക്ക് ഉത്തരവാദിത്വം വേറെ കാര്യങ്ങളിലുണ്ടാവും. എന്നാൽ മറ്റു കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളിലൊന്നും എന്തുണ്ടാവില്ല, ഉത്തരവാദിത്തം. അല്ലെങ്കിൽ പിന്നെ സ്വഭാവത്തിലുള്ള വൈകല്യം, എപ്പോഴും എടുത്തുചാട്ടങ്ങളും ദേഷ്യവും കുറ്റപ്പെടുത്തലും. ആണോ? പറയൂ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ചിലരാണെങ്കിൽ സാമ്പത്തികമായി അമിത ധൂർത്ത് ഉണ്ടോ? ഈവൻ ചില പെൺകുട്ടികൾക്കും ആ പ്രശ്നമുണ്ട്. കണ്ടമാനം പൈസ എടുത്തിട്ട് ബ്യൂട്ടി പാർലർ കൊണ്ട് കൊടുക്കുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അതന്നെ മുടി അങ്ങോട്ടാക്കിയിട്ടും പുരികം ഇങ്ങോട്ടാക്കിയിട്ടും എന്താക്കിയാലും മനുഷ്യരല്ലേ? ആണോ അല്ലയോ? ഈ കാര്യത്തിനൊക്കെ ഒരുപാട് ശ്രദ്ധ വയ്ക്കുന്നവരുണ്ട്. ഇങ്ങനെ പലപ്പോഴും ഒരു ഗൃഹത്തിൽ ജീവിക്കുമ്പോൾ പല അസദൃശ്യമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെ ഡീൽ ചെയ്യണം? ഒരു മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊരു ജീവിത സത്യമാണ്. ഇതൊരു നമുക്കുണ്ടല്ലോ, നമ്മുടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഡൈവേഴ്സ് മാത്രമല്ല, ഡൈവേഴ്സ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും അവഗണനയും, ചിലപ്പോൾ അതിൽ അടിയും പിടിയും കുത്തും ചവിട്ടൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ? അതിൻ്റെ ഒരു പാരമ്യതയിലെത്തുമ്പോഴാണ് എന്ത് വരുള്ളൂ, ഡൈവേഴ്സ് വരുള്ളൂ. അല്ല ഒറ്റയടിക്ക് പോയി ഡൈവേഴ്സ് ചെയ്യല്ല. ആ ഇഷ്ടക്കേട് അതിൻ്റെ ഒരു പാരമ്യതയിലെത്തണം. ആണോ അല്ലയോ? അപ്പം എന്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു പരിഹാരമാണ് 4 മന്ത്രങ്ങൾ. ഞാൻ ഇന്നലെ നിങ്ങളോട് രുക്മിണി സ്വയംവര സമയത്ത് അത് പറഞ്ഞു, എങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇതിനെ പറയുന്നതാണ് പ്രേമ. ഇത് എഴുതി വെക്കണം നിങ്ങൾ. ഇത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ പറയുന്ന കാര്യം. നിങ്ങൾ വെറുതെ പൊട്ടന്മാരെ പോലെ കേട്ടിരിക്കരുത്. കാരണം ഇതൊരു ഉത്തരവാദിത്വമാണ് നമുക്ക്. നമ്മുടെ കുട്ടികൾ വെറുതെ ഭാഗവതം കേട്ടോണ്ട് നന്നാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. മനസ്സിലായില്ലേ? ഭാഗവതം കേൾക്കുന്നത് പലതും പഠിക്കാനാണെന്നുള്ള ബോധം വേണം. എന്ത് വേണം? അവർക്ക് പറയൂ. പഠിക്കുകയും വേണം, പഠിച്ചതിനെ അല്ലെങ്കിൽ മനസ്സിലാക്കുകയും വേണം, മനസ്സിലാക്കിയതിനെ മറ്റുള്ളവർക്ക്. ഈ ഉത്തരവാദിത്വം നിങ്ങൾക്ക് പലർക്കും ഇല്ലെങ്കിൽ സത്യം പറയുകയാണെ ഒരു ശാപമാണത്. നമ്മളങ്ങനെ ഭാഗവതം കേൾക്കരുത്. കാരണം ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത് നമ്മൾ അവർക്കൊരു പ്രചോദനം കൊടുക്കുന്ന, പ്രോത്സാഹനം കൊടുക്കുന്ന, അവരെ അവരുടെ വിഷമങ്ങളിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്ന വഴികളാണ്. ആണോ അല്ലയോ? അല്ലാതെ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പൊട്ടന്മാരാവരുതേ. ദൈവം വിചാരിച്ച് ഈ പൊട്ട ഭക്തി കൊണ്ട് നടക്കരുത്. ഇനി സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇവിടെ ജീവനോടിരുന്നാലും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ജീവിച്ചിരുന്ന കൃഷ്ണൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കൃഷ്ണൻ്റെ സ്വന്തം സഹോദരിയുടെ മകൻ അഭിമന്യു പെടഞ്ഞു വീഴുന്നത്. എന്തേ? കൃഷ്ണനെ രക്ഷിക്കായിരുന്നില്ലേ? കൃഷ്ണൻ്റെ കുലം നശിച്ചു തീർന്നതിൻ്റെ കഥയാണ് ഭാഗവതത്തിൽ അവസാനം പറയാനുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? യാദവ വംശനാശം എന്ന് പറയും. എന്താണ്? എന്തേ? കൃഷ്ണനെ രക്ഷിക്കാമായിരുന്നില്ലേ? ഈ തരത്തിലുള്ള പൊട്ടത്തരം പറഞ്ഞു വയ്ക്കരുത്. ഇത് സെമറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് ഇപ്പം നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങൾ വെച്ചിരിക്കുന്നത് ഒരു പ്രാർത്ഥനാ കേന്ദ്രങ്ങളല്ല, അത് സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ്. നമുക്ക് പ്രാർത്ഥനയല്ല ഉള്ളത്. ആ വാക്ക് മാറ്റി വയ്ക്കണം. എന്താണ്? നമുക്ക് പ്രാർത്ഥനയല്ല ഉള്ളത്. കാരണം നമ്മുടേത് ദ്വൈത മതമല്ല. നമ്മുടേത് ഉറക്കെ പറയണം. നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശങ്കരാചാര്യസ്വാമികളും രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരും സ്വാമി വിവേകാനന്ദനൊക്കെ ഏത് സംസ്കാരമാണ്, ഏത് മതമാണ് ലോകത്തിൽ പ്രചരിപ്പിച്ചത്? ഉറക്കെ പറയൂ. എന്താണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ? തന്നിൽ നിന്ന് അന്യമായി. അപ്പം ദൈവീകത എവിടെ കണ്ടെത്തണം? അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കല്ല, തന്നിലുള്ള ദൈവീക ശക്തിയെ ഉറക്കെ പറയൂ ഉണർത്തണം. നോക്കൂ, നാരായണ ഗുരുദേവൻ്റെയൊക്കെ അവസാനത്തെ വരികൾ ഓർക്കണം. ദൈവദശകത്തിലെ ആഴണം വാഴണം നിൻ മഹസാമഴി, അല്ലാതെ നിസ്സഹായരായി പ്രാർത്ഥിക്കണം എന്നാണോ പറഞ്ഞത്? ആണോ? അപ്പം നമ്മൾ തന്നെ വേണം നിൻ മഹിമാർന്ന ആ മഹസ്സിലേക്ക്,
ആ ചൈതന്യത്തിലേക്ക് ആഴണം, വാഴണം, തന്നിൽ തന്നെ ആ ദൈവീകത കണ്ടെത്തണം. അതിനാണ് ആ മഹാനായ ഗുരുദേവൻ കണ്ണാടി പ്രതീക്ഷിച്ചത്. ആണോ അല്ലയോ? അല്ലാതെ നിസ്സഹായരായി കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുക? പറയും നിങ്ങൾ. ഇപ്പം കണ്ണാടി പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയും ഒരു കണ്ണാടിയാണ്, ശിവനും ഒരു കണ്ണാടിയാണ്. നമ്മളിലേക്ക് നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഓരോ പ്രതിരൂപങ്ങളാണ്, ആത്മാവിൻ്റെ തന്നെ പ്രതിരൂപങ്ങളായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമ്മളൊക്കെ ഉത്തരവാദിത്വമുള്ളവരാവണം. എന്താ ഉത്തരവാദിത്വം? നമ്മുടെ വീടുകളിൽ കല്യാണം നടക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണം നടക്കുന്നുവെങ്കിൽ, ബന്ധുക്കളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വിവാഹ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട 4 മന്ത്രങ്ങൾ അത് നിങ്ങൾ എഴുതി വെക്കണം, പറഞ്ഞു കൊടുക്കണം. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം. കാരണം ഈ സപ്താഹത്തിൽ വന്ന് കേട്ടിട്ട് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്കിലും ഉണ്ടാവട്ടെ. ഇപ്പം ഏതൊക്കെയാണ് 4 മന്ത്രങ്ങൾ? പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഞാൻ ഇന്നലെ അത് പറഞ്ഞു നിങ്ങളടുത്ത്. പക്ഷെ ഇന്നലെ ആ തിരക്കിൻ്റെ ഇടയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും പുട്ടുകുറ്റി പോലെ കേട്ടു. എന്താ പുട്ടുകുറ്റി പോലെ കേൾക്കുക? മനസ്സിലായില്ല. പുട്ടുകുറ്റി പോലെ കേൾക്കുക പറഞ്ഞാൽ എന്താണ്? പുട്ടുകുറ്റിയുടെ പ്രത്യേകത എന്താണ്? പുട്ടുകുത്തി കഴിഞ്ഞാൽ 2 അറ്റവും മിണ്ടണില്ല. പുട്ടുകുത്തി എടുത്തു കഴിഞ്ഞാൽ 2 അറ്റവും ഇതുപോലെയാണ്. ചിലരുടെ കാതിനിടയ്ക്ക് ഒന്നുമില്ല, ഒരു കാതിൽ കൂടെ കേൾക്കും. ഭാഗവത സപ്താഹമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റോട്ടിൽ വെച്ച് അവരോട് ചോദിച്ചു നോക്കുന്ന സപ്താഹത്തിൽ എന്താ കേട്ടതെന്ന്. സാമ്പാറിൽ എരിവ് ഇത്തിരി കൂടുതലായിരുന്നു. നോക്കൂ നിങ്ങൾ, എവിടെ പോയി ഭാഗവതം? പാകം ഓർമ്മയുള്ളത് സാമ്പാറിൽ എരിവ് കൂടിയതും അച്ചാറിൽ പുളി ഇത്തിരി കൂടിയോ സംശയം. അവർക്ക് പപ്പടം ഇവിടെ പപ്പടം കൊടുക്കണ്ടോ? നന്നായി, പപ്പടം ഒന്നുകൂടി നന്നായി കാച്ചായിരുന്നില്ലേ എന്ന്. ഇതൊക്കെയാണ് മനുഷ്യൻ. ഇതൊന്നൊക്കെ ഉയരണ്ടേ നമ്മൾ? വേണോ? അതുകൊണ്ട് ഈ 4 വാക്കുകൾ ഓർക്കണം. പ്രേമം, മൈത്രി, കൃപ, ഉപേക്ഷ. പറയൂ. ഉപേക്ഷ. ഇതാണ് നിങ്ങൾ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ അല്ലെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താണ് പ്രേമം, എന്താണ് മൈത്രി, എന്താണ് കൃപ, എന്താണ് ഉപേക്ഷ? പഠിച്ചു വയ്ക്കണം നമ്മൾ. പ്രേമം എന്ന വാക്ക്, നമ്മൾ ഈ കോളേജ് പ്രേമത്തെ കൊഞ്ചുന്നതും കുഴയുന്നതും അല്ല പ്രേമം. അതാണ് ഇന്ന് കുട്ടികളുടെ ഒരു ധാരണ. മനസ്സിലായില്ലേ? ചക്കരയെ മുത്തേ എന്ന് വിളിക്കുന്നതല്ല ഏത് പ്രേമം. കാരണം ഈ ചക്കരയെ മുത്തേ എന്ന് വിളിച്ചവൻ്റെ കൈ കൊണ്ടാണ് കുത്തി മലർത്തപ്പെടുന്നത്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇപ്പം പ്രേമം എന്ന വാക്കിന് അർത്ഥം അനുഷ്ഠാനം എന്നാണ്. അതായത് ഭഗവാനിലുള്ള ഭക്തിയാണ് പ്രേമം. ഭക്തിയാണ് പ്രേമം. എന്താണ്? കാരണം ഭക്തിയിലൂടെ മാത്രമേ ശക്തി ഉണ്ടാവുള്ളൂ. അപ്പം അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന ഭക്തി. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഭക്തി പെട്ടെന്ന് കിട്ടുന്നുള്ളത്. അമ്പലത്തിൽ പോയാലൊന്നും ഈ ഭക്തി കിട്ടില്ല. ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പം കിട്ടുന്നതല്ല. നമുക്കിപ്പോൾ ഭക്തിയല്ല ഉള്ളത്, നമുക്കുള്ളത് വിശ്വാസമാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുകയാണ് നിങ്ങൾ. ഭക്തി എന്ന് പറയണത് ശക്തിയാണ്, അത് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഭക്തി എന്ന് പറയണത് ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്, ഭഗവാൻ എൻ്റെ അന്തരാത്മാവാണെന്നുള്ളൊരു ബോധമുറയ്ക്കുന്നിടത്താണ് എന്തുണ്ടാവുന്നത്? ഭക്തിയും ശക്തിയും ഉണ്ടാവുന്നത്. എന്തുണ്ടാവുന്നത്? ഭഗവാൻ ഉള്ളിലാണെന്ന് തോന്നാടത്തോടത്തോളം കാലം എന്തില്ല? ഭക്തിയില്ല. നാരായണ ഗുരുദേവൻ ഭക്തിക്ക് കൊടുത്ത നിർവചനം എന്താ അറിയോ? ആത്മാനുസന്ധാനമാണ്. എന്താണ്? അവനവൻ്റെ അന്തരാത്മാവിനെ അനുസന്ധാനം ചെയ്യുക. അതാണ് ഈശ്വരനെന്ന് ഉറപ്പിക്കുക. അല്ലേ? അങ്ങനെയാണോ ഞാൻ പറയണത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാരായണ ഗുരുദേവൻ ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി തൊഴുതു പോകുമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ശരിയാണോ? എത്ര പേർക്കറിയാം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്? ഇതാണ് സത്യം. നിങ്ങൾ നോക്കൂ, നാരായണ ഗുരുദേവനെപ്പോലുള്ള മഹാന്മാർ പറഞ്ഞ് ആ പാതയല്ലേ പിന്തുടരേണ്ടത്? ആണോ? അതല്ലേ ഗുരുത്വം. ആചാര്യസ്വാമികൾ ഭക്തിക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം അതുതന്നെയാണ്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരേവ ഗരീയസി എന്ന് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ. ഭക്തിത്വ പരമപ്രേമസ്വരൂപത്വാതെന്ന് നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ എത്ര കൊട്ടേഷൻ വേണം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ഭഗവാൻ പറയും ഭക്തി എന്ന് പറഞ്ഞാൽ അനന്യമായ
ചിന്തയാണ് ഭക്തി. എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ്. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. കേട്ടില്ല? ഉണ്ടോ ഇല്ലയോ? അനന്യമായ ചിന്ത എന്ന് വെച്ചാൽ എവിടെ കാണണം ഭഗവാനെ? എവിടെ കാണണം ഭഗവാനെ? എവിടെ കാണണം ഭഗവാനെ? തന്നിൽ കാണണം. അപ്പോൾ ഭക്തി വേണം. ഇപ്പോൾ ഈ ഏറ്റവും വലിയ ജീവിതത്തിൽ വേണ്ടതാണ് മനോബലം. എന്ത് വേണം? മനോബലമില്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടും പറയൂ കാര്യമില്ല, തളരാൻ ബാധ്യസ്ഥരാണ്. അപ്പം കുട്ടികളോട് പറയണം, നിനക്ക് മനോബലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? അനുഷ്ഠാനം കൊണ്ട് നടക്കണം. അനുഷ്ഠാനത്തിലൂടെ ഭക്തി വരും. എന്താണ്? ഭക്തി കാലം കൊണ്ട് രൂപപ്പെടും. അനുഷ്ഠാനം കൃത്യമായി ചെയ്യുന്തോറും ഉള്ളിലെന്ത് വരും? നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ ഈ ലൗകിക പ്രേമം തന്നെ എടുക്കുക. ലൗകിക പ്രേമം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് പ്രേമം വരികയാണോ? കാലം കൊണ്ട് കണ്ടു. അങ്ങനെ ഒരു സിനിമയില്ലേ, കണ്ടു, എന്താണ്, കീഴടക്കി, എന്താ സിനിമ? നിങ്ങൾക്കറിയാം നന്നായിട്ട്. വന്നു കണ്ടു, കീഴടക്കി, ഇതൊക്കെയല്ലേ. അപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് പ്രേമം വരുമോ? അതോ കുറച്ച് കാലം എടുക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? കുറച്ച് കാലം എടുക്കും. എന്നാലേ പ്രേമൊക്കെ തലയ്ക്ക് കയറണം. ഇതുപോലെയാണ് ഭഗവാനിലുള്ള ഭക്തിയും. പെട്ടെന്ന് വരില്ല. അത് നിരന്തരമായ അനുഷ്ഠാനത്തിൻ്റെ ആ മൂപ്പാവുന്നതിലാണ് ഏത് വരിക? ഭക്തി വരിക. അപ്പം നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചാൽ അതങ്ങനെ തിളച്ചു വരുമോ? അതങ്ങനെ പാകപ്പെട്ട് വരണം. ഈ പാൽപ്പായസം ഉണ്ടാക്കുന്ന പോലെയാണ് ഭക്തി. നിങ്ങൾ പാൽപ്പായസം ഉണ്ടാക്കണമെങ്കിൽ അത് കുറുകി കിട്ടണമെങ്കിൽ ഇത്തിരി തിളച്ച് അതിലെ വെള്ളം പോകണം. വേണ്ടയോ? ഇതുപോലെയാണ് ഭക്തി. പെട്ടെന്നുണ്ടാവില്ല. അനുഷ്ഠാനം മൂത്തു വരുമ്പോൾ, അനുഷ്ഠാനം പാകപ്പെട്ട് വരുമ്പോൾ അത് ഭക്തിയായി തീരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഭക്തി ഉണ്ടാവില്ല. എളുപ്പമാണോ? അല്ല. വെറുതെ അമ്പലപ്പറമ്പിൽ പോയിട്ട് അവിടെ വരുന്ന പ്രാസംഗികർ പറയുന്നത് പോലെ എളുപ്പമല്ല. അവർ കാണുന്നവരെയൊക്കെ വിളിക്കുക എൻ്റെ മുന്നിലിരിക്കുന്ന ഭക്തജനങ്ങളെന്ന്. വല്ല ഭക്തജനങ്ങളും ആണോ നമ്മൾ ഈ മുന്നിലിരിക്കുന്നവർ? ആണോ? അല്ല. വെറുതെ അമ്പലപ്പറമ്പിൽ വന്നവരെയൊക്കെ എന്ത് വിളിക്കണു? പറയൂ, ഭക്തജനങ്ങൾ. സപ്താഹത്തിന് വന്നവരെയൊക്കെ ഭക്തജനങ്ങളെ. നമ്മൾ ഭക്തന്മാരായിട്ടുണ്ടോ? എത്ര പേര് ഭക്തന്മാരായിട്ടുണ്ടോ? ഒന്ന് കൈപൊക്കൂ. അപ്പം നിങ്ങൾക്കേ സംശയം. നമ്മൾ ഭക്തന്മാരായിട്ടുണ്ടോ? ഉറക്കെ പറയൂ. അപ്പം നമ്മളിന്ന് അമ്പലത്തിൽ പോകുന്നവരല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭക്തിയുടെ പേര് പ്രാകൃത ഭക്തിയാണ്. എന്താണ്? ഭക്തിയുടെ 3 തലങ്ങളുണ്ട്. പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി. എന്താണ് ഇത് ഏകാദശ സ്കന്ധത്തിൽ നമ്മൾ കാണും. മനസ്സിലായില്ലേ? ഇന്ന് വൈകുന്നേരം കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി. അപ്പം ദിവസവും ഇത്രയെങ്കിലും ചെയ്താൽ മതി. എന്താണ്? കുറച്ച് നേരം രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യണം? ഉറക്കെ പറയൂ. നാമം ചൊല്ലണം. എന്ന് മാത്രമല്ല, നാമം ചൊല്ലി അത് ഒരിക്കലും വിട്ടുപോവാതെ അനുഷ്ഠിക്കുമ്പോൾ അത് മനോബലമായി, ഉറക്കെ പറയൂ, രൂപപ്പെടും. മനോബലമുള്ളവർക്ക് എന്തുണ്ടാവും? അടുത്തതുണ്ടാവും. മൈത്രി ഭാവം വരും. മൈത്രി എന്ന് പറഞ്ഞാൽ 2 തരം മിത്രങ്ങളുണ്ട്. കള്ളു കുടിക്കാത്ത സുഹൃത്തിനെ കള്ളു കുടിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെന്ന് മിത്രമാണ്, അല്ലേ? ആണോ അല്ലയോ? ഒന്നിച്ചിരുന്ന് കുടിക്കുന്നവനും മിത്രങ്ങളാണ്. ആ ഒന്നിച്ചിരുന്ന് കുടിച്ചതിൻ്റെ ലഹരിയിൽ ചിലപ്പോൾ കുപ്പിയെടുത്തിട്ട് സുഹൃത്തിനെ കൊല്ലുന്നതും മിത്രമാണ്. ആണോ? സുഹൃത്തുക്കളുടെ ഇടയിൽ ഇങ്ങനെ കൊലയൊക്കെ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്നാൽ ശരിക്കുള്ള മിത്രം ആരായിത്തീരണം? മിത്രം എന്ന് പറയുന്നത് മറ്റൊരാളെ നല്ല കാര്യങ്ങൾക്ക് പ്രചോദനം കൊടുക്കുക, പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പെൺകുട്ടി അനുഷ്ഠാനമുള്ള ഒരാളാണെങ്കിൽ, ഭക്തിയുള്ള ഒരാളാണെങ്കിൽ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പയ്യൻ അത്രയൊന്നും ഭക്തിയില്ലെങ്കിലും പ്രേരണ കൊണ്ട് ക്രമേണ എന്താക്കാം? ഭക്തനാക്കാം. അതുകൊണ്ടാണ് പണ്ട് നോക്കൂ, വലിയ കമ്മ്യൂണിസ്റ്റുകാരനായ EK നായനാർ, ഞാൻ പറയില്ലേ, മാർപ്പാപ്പയെ കാണാൻ പോയപ്പം ഭഗവത്ഗീത എടുത്തു കൊടുത്തത്. കാരണം ഭാര്യ ദിവസം ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. ഈ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടാക്കി എന്ന് പറയാം. അപ്പോൾ ഒരു
ഒരു ഭാര്യയുടെ ഭക്തി ആരെയും സ്വാധീനിക്കും? ആരെ സ്വാധീനിക്കും? ഭർത്താവിനെ സ്വാധീനിക്കും. ഭർത്താവിൻ്റെ ഭക്തി ആരെ സ്വാധീനിക്കും? ഭാര്യയെ സ്വാധീനിക്കും. ഉണ്ടോ ഇല്ലയോ? ഇത് നമ്മൾ പണ്ട് ശബരിമല കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടത് ഉണ്ടോ? എല്ലാവരും ഒരനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി മാറും. നമുക്കതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളൊക്കെ 40 ദിവസം മലയ്ക്ക് പോയില്ലെങ്കിലും വീട്ടിലെന്തുണ്ടാവണം? മണ്ഡലകാല വ്രതം. നിങ്ങൾ നോക്കും, മുസ്ലിങ്ങൾ ഇപ്പം എല്ലാവരും ഹജ്ജിനൊന്നും പോകുന്നില്ല, ഉണ്ടോ? പക്ഷെ എല്ലാവരും അവരുടെ നോമ്പ് കൃത്യമായി ഉറക്കെ പറയൂ എടുക്കും. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു പോയി. നമ്മൾ ഈ കാര്യത്തിലൊക്കെ ഇത്തിരി സ്ട്രിക്റ്റ് ആവണത് നല്ലതാണ്. എന്താ അറിയോ? ഒന്നിച്ചൊരുന്ന് ശരണം വിളി, ഇതൊക്കെ നമ്മളിലൊരു സ്നേഹബന്ധമുണ്ടാക്കും. എന്തുണ്ടാക്കും? ശരിക്കുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കൂ, സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതും കുറേ ടൂർ അടിക്കുന്നതും ആണോ? അല്ലയോ? അല്ല. ഒരുമിച്ച് മാനസികമായി ഉറക്കെ പറയൂ ഉയരുന്നതാണ്. കാരണം അതിൽ കിട്ടുന്നൊരു തൃപ്തി, അതിൽ കിട്ടുന്നൊരു സന്തോഷം, അത് വിവരിക്കാൻ പറ്റില്ല, അവർണ്ണനീയമാണ്. ആണോ അല്ലയോ? ഉറക്കെ പറയൂ. നിങ്ങൾ നോക്കൂ, എത്രയോ ആളുകൾ കാശ് മുടക്കി എവിടേക്കോ പോകുന്നുണ്ട്. പക്ഷെ മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ എവിടെ പോയിട്ട് എന്താ കാര്യമുള്ളത്? കലഹിച്ച് അല്ലേ? ഇവിടെ നിന്ന് കൊടൈക്കനാൽ പോവും ഹണിമൂണിന് വേണ്ടിയിട്ട്, കല്യാണം കഴിഞ്ഞിട്ട്. അവസാനം രണ്ടും വരുന്ന വഴിക്ക് കനാലിലും ഉണ്ടാവും. തമ്മിൽ തെറ്റി അടി ഇടി ബഹളമായിട്ട്. കാരണം രണ്ടും അവരവരുടെ മൊബൈലിരുന്ന് തോണ്ടും. ഒരാൾ തോണ്ടുമ്പോൾ മറ്റേ സംശയമാണ്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആണോ? അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം. അപ്പം പ്രേമം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം, മൈത്രി എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ അതിലേക്ക് അവർക്ക് പറയൂ പ്രേരിപ്പിക്കുക, സ്നേഹം. അത് ശരി. നോക്കൂ, ഇപ്പം നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കണം. ഇവിടെ ഈ ഒന്നിച്ചിരുന്നത് കേട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളൊരു സുഖം ഉണ്ടോ ഇല്ലയോ? ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം ഇവിടേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ അമ്പലത്തിലല്ലേ വരാൻ പറ്റുള്ളൂ. ഇങ്ങനെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലല്ലോ, ഭക്ഷണം. അപ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സന്തോഷമല്ലേ അത്? ആണോ അല്ലയോ? ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ അന്തരീക്ഷം, നമ്മുടെ കുട്ടികളൊക്കെ അത് കൊണ്ട് നടക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് ആ ഒരു പ്രചോദനം ഉണ്ടാവണം. മനസ്സിലാവുണ്ടല്ലോ? മൂന്നാമത്തതാണ് മൈത്രി. മൂന്നാമത്തെ എന്താ പറഞ്ഞു? കൃപ വേണം. കൃപ വേണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കുറവുകളെ നമ്മൾ അനാവശ്യമായി വിമർശിച്ചും കുറ്റപ്പെടുത്തിയും ഇരുന്നാൽ എന്തു പറ്റും? ഒരു പരിധി വിട്ട് ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ബന്ധം വഷളാവില്ലയോ? പറയൂ, അവർക്ക് പറയൂ, വഷളാവും. അപ്പം അതിനു പകരം എന്ത് വേണം? പല കുറവുകളും ന്യൂനതകളും ഉണ്ടാവും. അതിനാണ് അടുത്തത് പറയുന്നത്. എന്ത്? ഉപേക്ഷ എന്ന് പറയുന്നത്. എന്താണ് ഉപേക്ഷ? എന്താണെന്ന് വെച്ചാൽ എന്താണ് ഉപേക്ഷ പറഞ്ഞാൽ? അവഗണിക്കാനുള്ള ശക്തി. എന്താണ് അവഗണിക്കാനുള്ള ശക്തി? എന്താണ് അവഗണിക്കാനുള്ള ശക്തി പറഞ്ഞാൽ? അതൊന്നും തന്നെ ബാധിക്കരുത് എന്ന് വെച്ചാൽ തൻ്റെ ജീവിതം ഇതൊന്നും അല്ലാതെയും മുന്നോട്ട് പോവാൻ തനിക്ക് പറയൂ സാധിക്കണം. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒക്കെ ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്. ഒരാൾ എന്ത് കുറ്റപ്പെടുത്തിയാലും അതൊന്നും കണ്ടില്ല, കേട്ടില്ല, അതൊന്നും എന്നെ ഏൽക്കില്ല എന്ന ഭാവത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു. പട്ടികൾ കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് പോകുന്ന പോലെ, ഇതുപോലെ നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചാൽ ഒരു കുടുംബ ജീവിതത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും നമ്മളെ പറയൂ ബാധിക്കില്ല. അപ്പം കൃപ വേണം. നല്ലത് പറയും. എങ്ങോട്ട് കുറ്റം പറഞ്ഞാലും കുറേ നല്ലത് പറയാനുള്ളൊരു കഴിവ് വേണം. മനസ്സിലായില്ലേ? നല്ലത് പറയാനുള്ളൊരു കഴിവ് വേണം. ഈ ഭാഷ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഏത് ഭാഷ? കുറ്റപ്പെടുത്താതെ നല്ലത് പറയാൻ സാധിക്കണം. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ അറിയില്ല. പണ്ട് തോമസ് എഡിസൺ എന്ന് പറഞ്ഞ ആൾ, ഇപ്പം നമ്മൾ ഈ കത്തിക്കുന്ന ബൾബൊക്കെ കണ്ടുപിടിച്ച ആളായിരുന്നു. ആര്? തോമസ് എഡിസൺ. ഒരുപാട് പാറ്റൻ്റ് ഉള്ള ഒരാളാണ് തോമസ് എഡിസൺ. ഈ തോമസ് എഡിസൺ വളരെ മോശമായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ
പ്രൈമറി സ്കൂളിൽ ഇയാൾ പഠിച്ച സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ വളരെ മോശമായിരുന്നു. മറ്റുള്ളവരെ പോലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അമ്മയോട് പറഞ്ഞു, കുട്ടിയെ കൊണ്ടുപോകണം, ഇവിടെ ഒരിക്കലും പറ്റില്ല, ഇവൻ ഞങ്ങൾക്കൊരു ന്യൂയിസൻസാണ്, ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അങ്ങനെ കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ കുട്ടിയെ വേറെ സ്കൂളിൽ ചേർത്തി. അപ്പോൾ അമ്മ ഈ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്, നിന്നെ പഠിപ്പിക്കാൻ മാത്രം കഴിവുള്ള അധ്യാപകർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ വേറെ സ്കൂളിൽ ചേർക്കണം. എഡിസൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. എന്താ പറഞ്ഞത്? നിന്നെ പഠിപ്പിക്കാൻ മാത്രം കഴിവുള്ള അധ്യാപകർ ആ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ. അപ്പോൾ ഈ കുട്ടിക്കൊരു തോന്നൽ, എൻ്റെ ഉള്ളിൽ എന്തോ അപാരമായൊരു കഴിവുണ്ടെന്ന്, ആ ഒരു പ്രേരണ. അങ്ങനെ കുട്ടി പഠിച്ചു, പിന്നെ സയൻറ്റിസ്റ്റായി ഇയാൾ. പലത് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് അല്ലേ. കുറേ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇവരുടെ വീടൊക്കെ പൊളിച്ച് പുതിയ വീട് പണിയാണ്. അങ്ങനെ ഇദ്ദേഹം ആ ഷെൽഫുകളൊക്കെ ക്ലീനാക്കി ഇവരുടെ പുസ്തകങ്ങളും മറ്റും പുതിയ വീട്ടിലേക്ക് മാറ്റുമ്പോൾ അമ്മയുടെ ഷെൽഫ് ക്ലീൻ ചെയ്തു പോകണം. അപ്പം അമ്മയും മരിച്ചുപോയി. അപ്പം അതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അതിലുള്ള ഡ്രോയറിൽ പല കത്തുകളും പലതൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളെങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഒരു ലെറ്റർ ഇയാൾക്ക് കിട്ടുകയാണ്. അതെവിടെന്ന് വെച്ചാൽ ഈ പ്രൈമറി സ്കൂളിലെ സ്കൂളിൽ അവിടുത്തെ ഹെഡ് അമ്മയ്ക്ക് എഴുതിയിരിക്കുകയാണ്, മാഡം നിങ്ങളുടെ മകൻ ഭയങ്കര ന്യൂയിസൻസാണ്, ഇവൻ വലിയ കുരുത്തം കെട്ടവനാണ്, ഈ ജന്മം നന്നാവില്ല എന്ന് മാത്രമല്ല ഇവൻ ആരെയും നന്നാവാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ഈ സ്കൂളിൽ ഞങ്ങൾക്ക് ഇവനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കത്ത് കണ്ട് ഈ വലിയ മനുഷ്യനായ എഡിസൺ പൊട്ടിക്കരഞ്ഞു എന്നാണ്. കാരണം തന്നെക്കുറിച്ച് ഏറ്റവും മോശമായി എഴുതിയ വാക്കുകൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ? എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? നിന്നെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരവിടെ ഇല്ലയെന്ന്. നമുക്കങ്ങനെ തോന്നുമോ? നമ്മളൊന്നും കൂടി എരുതിയിൽ എണ്ണൊഴിച്ചിട്ട് പറയും, കുരുത്തം കേട്ടവൻ, ഇതിലും ഭേദം നീയൊക്കെ ചാവുക നല്ലത്, അതും കൂടി പറയും ചിലർ. ഉണ്ടോ ഇല്ലയോ? എന്താ ഒന്നും വേണ്ടാത്തത്? കാലന് പോലും വേണ്ടാത്തതെന്ന് പണ്ടുള്ളവരൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എത്ര പേരെ പറഞ്ഞിട്ടുണ്ട്? കൈപൊക്കണ്ട. അപ്പോൾ നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു നെഗറ്റീവ് കേട്ടിട്ട് ആ മനുഷ്യൻ വളരെ. അപ്പം അവിടെയാണ് നമുക്ക് കൃപ വേണം. എന്ത് വേണം? കൃപ വേണം. അപ്പം എന്താ കൃപ എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് ചീത്ത വിളിച്ചാലും പറയണം നിങ്ങൾ നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ നീ നല്ല ഒരു ആളാണ് എന്നിങ്ങനെ പറയുമ്പോൾ, എന്ത് ചീത്ത വിളിച്ചാലും നിങ്ങൾ നല്ലതേ പറയുള്ളൂ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഭർത്താവ് നിങ്ങളെ ചീത്ത വിളിച്ചാൽ പറയുക നല്ല മനുഷ്യനാണ്, ഇത്രയും നല്ല സ്വഭാവമുള്ള ആൾ ലോകത്തിലില്ല, എന്ത് മധുരമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ മനുഷ്യൻ കണ്ണ് തിരുമ്മും, ഇവക്ക് വട്ടുപിടിച്ചോ ദൈവമേ, ഞാൻ ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടും ഇതൊന്നും ഇവളെ അല്പം പോലും എന്താ മിണ്ടാത്തത് നിങ്ങൾ ബാധിക്കുന്നില്ല. അങ്ങനെയൊരു മനസ്സുണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് മുതൽ അങ്ങനെയൊന്ന് മാറാൻ ശ്രമിച്ചാലോ? ഇങ്ങോട്ട് കടുത്ത വിഷമുള്ളത് വന്നാലും ഞാൻ മധുരമുള്ളതേ അങ്ങോട്ട് കൊടുക്കുള്ളൂ. എന്തേ കൊടുക്കുള്ളൂ? കേട്ടതേയില്ല. ഇങ്ങോട്ട് എന്ത് കയ്പുള്ളത് വന്നാലും എന്തെരിവുള്ളത് വന്നാലും, എന്താ വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യമല്ല പറയണത്, വാക്കുകൾ, ഞാൻ അങ്ങോട്ട് എന്തേ കൊടുക്കുള്ളൂ? എനിക്ക് കാതിത്തിരി കുറവാണ്, എന്തേ കൊടുക്കുള്ളൂ? ഉറക്കെ പറയണം. ഉറപ്പിച്ചു നിങ്ങൾ ഉള്ളെന്ന് പറയണത്, ഞാൻ മധുരമുള്ളതേ കൊടുക്കുള്ളൂ. ഒന്ന് പറയൂ. തീരുമാനിച്ചോ? ഭാഗവതമൊക്കെ കേട്ടിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാവണ്ടേ? വേണ്ട. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? അപ്പോൾ ഈ 4 കാര്യം, പ്രേമം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം, മൈത്രി എന്ന് പറഞ്ഞാൽ പ്രചോദനം, കൃപ എന്ന് പറഞ്ഞാൽ മധുര ഭാഷണം. എന്താണ്? മധുരമായത് കൊടുക്കുക. ഇങ്ങോട്ട് മധുരം കിട്ടണമെന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓ എന്തോ ഒരു സുന്ദര വാക്കുകൾ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നമുക്കങ്ങനെ ഒരു ഭാവം വെച്ചാൽ പോലും നല്ലതാണ്, അല്ലേ? ഇതുപോലെ ഉപേക്ഷ, ആരെന്നെ ഇളക്കി മറിച്ചാലും അതൊന്നും എന്നെ, ഈ കരുത്ത് വേണ്ടേ?
അങ്ങനെയുള്ള ഒരാൾ മാനസികമായിട്ട് തളരുമോ? അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? ഉറക്കെ പറയൂ. ഇതാണ് രുക്മിണീ ദേവി കൃഷ്ണനോട് പറയുന്നത്. ഇത് കേട്ടിട്ട് അത്യന്തം സന്തോഷം വന്നു കൃഷ്ണന്. കൃഷ്ണൻ ദേവിയോട് പറഞ്ഞു, സത്യത്തിൽ ഇതൊക്കെ ദേവിയിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ ദേവിയെ പ്രകോപിപ്പിച്ചത്. കാരണം ഇതാണ് എനിക്ക് ദേവിയിൽ നിന്ന് കേൾക്കേണ്ടത്, ഇതാണ് ലോകം മുഴുവൻ മനസ്സിലാക്കേണ്ടത്. ദേവിയെപ്പോലെ ഇങ്ങനെയൊരു ഭാര്യയെ കിട്ടൽ അത്ര പറയൂ എളുപ്പമല്ല എന്ന്. അപ്പം കൃഷ്ണൻ തന്നെ നോക്കൂ, ആദ്യം എന്താ പറഞ്ഞത്? ഉടുത്തോളൂ, ഒരുങ്ങിക്കോളൂ, കൊണ്ടുവിട്ടോളാന്ന്. ഇപ്പം എന്താ പറയണത്? ഇങ്ങനെയൊരു ഭാര്യയെ കിട്ടൽ അത്ര. ഉറക്കെ പറയൂ. നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ? എൻ്റെ കാത് പോകുന്ന ഇടയ്ക്കിടയ്ക്ക്. പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയിപ്പിക്കണ്ടേ? ഇങ്ങനൊരു അമ്മയെ കിട്ടൽ അത്ര എളുപ്പമല്ല, ഇങ്ങനൊരു ഭാര്യയെ കിട്ടൽ അത്ര. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ തീരുമാനിച്ചു ഇന്നു മുതൽ അങ്ങനെ ആവാൻ ശ്രമിക്കണ്ടേ? വേണോ വേണ്ടയോ? നിങ്ങൾ പാകപ്പെട്ടിരിക്കുകയാണ്. സ്വാമി സപ്താഹത്തിന് വരണ്ടിയില്ലായിരുന്നു, ഈ കഥയൊക്കെ കേട്ട് പോയാൽ മതിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഭർത്താവ് നേരെയാവും, മക്കൾ നേരെയാവും എന്നാണ്. ഇപ്പോൾ നമ്മൾ നേരെയാവേണ്ട കാര്യമാണ് പറയണത്. മക്കളെയും ഭർത്താവിനെയും ഒന്നും നേരെയാക്കാൻ പറ്റില്ല. ആരെയെ നേരെയാക്കാൻ പറ്റുള്ളൂ? അവനവനെ നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ അവനവൻ്റെ ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് ക്രമേണ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. എല്ലാവർക്കും അവരവരെ മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ആരും ഒക്കെ ഒന്നിനും അടിമകളല്ല. നമ്മളങ്ങനെ ഒരു ധാരണയെ പാടില്ല. ഇന്നലെ വരെ ഞാൻ മോശക്കാരനായിരിക്കാം, ഇന്നു മുതൽ എനിക്ക് മാറാൻ പറ്റും. ആ സ്വാതന്ത്ര്യം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? അതാണ് ഭാരത സംസ്കൃതി എന്ന് പറയുന്നത്. അതായത് ഒരു ഗുരുത്വം വന്നു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും മഹത്വമുണ്ടാക്കാം. ഒരു ഗുരുത്വമുണ്ടായാൽ മഹത്വമുണ്ടാക്കാം. അതിനെന്ത് വേണം? കുറച്ച് നമ്മൾ പ്രയത്നം വേണം. എന്ത് വേണം? അപ്പം ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കണം. കുറച്ച് നേരം രാവിലെയും വൈകുന്നേരമൊക്കെ എന്ത് ചെയ്യണം? എന്ത് വേണം? നാമജപം ഒക്കെ വേണം. പിന്നെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം സംസാരിക്കുക, നമ്മളോട് സംസാരിക്കുക. എന്നോട് എങ്ങനെ സംസാരിച്ചാലും ഞാനത് മധുരമാക്കും. ആരെന്ത് എന്നെക്കുറിച്ച് പറഞ്ഞാലും ഞാനത് നെവർ മൈൻഡ് അടിക്കും. പോകട്ടെ പോടാന്ന് പറയില്ലേ, ഞാനതൊന്നും കാര്യമായിട്ടൊന്നും ഉള്ളിലെടുക്കില്ല, അയവിറക്കില്ല എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് പോവാൻ തുടങ്ങിയാൽ ജീവിതം വളരെ രസകരമാണ്, ആനന്ദമാണ്. നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ഈ ദുഃഖിക്കുന്നത് ആരാന്നറിയോ? പുറത്തേക്ക് നോക്കി അവൻ നോക്കിയില്ല, ഇവള് നോക്കിയില്ല, മറ്റവർ നോക്കിയില്ല, ഈ പരാതിക്കാരാണ് ദുഃഖിക്കുക. എന്നാൽ എന്നെ നോക്കിയാലും കുഴപ്പമില്ല, നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അനുഷ്ഠാനങ്ങൾ, എൻ്റെ ഒരു കൃത്യനിഷ്ഠ അല്ലേ, ആണോ അല്ലയോ? അങ്ങനെ അതിൽ ലഭിക്കുന്നവർക്ക് നോക്കിയാലും നോക്കിയില്ലെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? പറയൂ. ഇല്ല. അങ്ങനെ എത്ര പേരുണ്ട് ഇവിടെ? എന്നെ നോക്കിയാലും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ TV കാണുന്ന ലോകമല്ല അത്. അങ്ങനെയുള്ള ഒരു ലോകമുണ്ട്. ഏത്? TV കണ്ട് സമയം കളയണം. പക്ഷെ അതൊക്കെ കുറേ കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും അല്ലേ? കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് TV-യുടെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല. പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? അതിന് പകരം അവനവനിൽ രമിക്കുക, ആത്മരതി, തന്നിൽ തന്നെ രമിക്കുക എന്ന് വെച്ചാൽ അനുഷ്ഠാനത്തിൽ രമിക്കുക. അങ്ങനെ ഒരു ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം കടന്നു പോകുന്നത് ഒരിക്കലും. അവർക്ക് പറയൂ. ഇതാണ് ആഴണം വാഴണം നിൻ. എത്ര തവണ നമ്മളിങ്ങനെ പറയുന്നുണ്ടത് അല്ലേ? ആഴണം വാഴണം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം സുഖം. എന്തുണ്ടാവണം? ഉള്ളിൽ എന്തുണ്ടാവണം? സുഖമുണ്ടാവണം. യസ്വാത്മരതിരേവസ്യാൽ ആത്മതൃപ്തശ്ചമാനവ ആത്മന്യേ ആത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേന്ന് ഗീതയിൽ. ഏത് കൃതികൾ നിങ്ങൾ നോക്കിയാലും എല്ലാ ഗുരുക്കന്മാർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്. അത്രയും ആഴമേറിയൊരു സുഖം എവിടെയുണ്ട്? ആഴമേറിയൊരു സുഖം, അനന്തമായൊരു സുഖം, അനിർവചനീയമായൊരു സുഖം, അത്ഭുതകരമായൊരു സുഖം എവിടെയുണ്ട്? എവിടെയുണ്ട്? നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങളതിൻ്റെ മുകളിൽ കറന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടെത്തണ്ടേ? ഒരിക്കൽ ഒരു അമ്പലത്തിൻ്റെ മുന്നിലേ ഒരു യാചകൻ, ഇത്
മഹാരാഷ്ട്രയിൽ പണ്ട് സംഭവിച്ചതാണ്. ഒരു യാചകൻ ഇങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു, നിങ്ങൾ മിലിറ്ററിക്കാരുടെയൊക്കെ പെട്ടി കണ്ടിട്ടുണ്ടോ? മിലിറ്ററി പോകുന്നവരുടെയൊക്കെ ഒരു പെട്ടി, ഒരു മരത്തിൻ്റെ ഒരു പെട്ടി, നമ്പറൊക്കെ എഴുതി അല്ലേ, കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളൊരു പെട്ടി? പിന്നെ ഇരുമ്പ് പെട്ടിയൊക്കെ ഉണ്ടാവും അവരുടെ അടുത്ത് അല്ലേ. അങ്ങനെ ഒരു മരത്തിൻ്റെ പെട്ടിയുടെ മുകളിൽ ഇയാളിങ്ങനെ അവിടെ ഇരുന്ന് പോകുന്നവരോടൊക്കെ സാർ, മാഡം, 1 രൂപ 2 രൂപ എന്നൊക്കെ പറഞ്ഞ് പിച്ച മേടിക്കും. ഇങ്ങനെയാണ് അയാൾ ജീവിച്ചത്. അപ്പോൾ ഒരിക്കലും ഒരാൾ അവിടെ വലിയ ബെൻസ് ക്ലാറിലൊക്കെ വന്ന് അവിടെ നോക്കുമ്പോൾ ഈ പെട്ടിയുടെ മുകളിലേക്ക് അയാളുടെ കണ്ണുപോയി. അപ്പോൾ അതിൽ ചില നമ്പേഴ്സ്, മിലിറ്ററിക്കാരുടെയൊക്കെ പെട്ടിയുടെ മുകളിൽ എന്തുണ്ടാവും? നമ്പർ ഉണ്ടാവും. ഈ നമ്പർ ഇയാളുടെ കണ്ണിൽപ്പെട്ടു. ഇയാൾ അടുത്ത് വന്നു, അവിടെ ചോദിച്ചു എന്താ ഈ പെട്ടിയിലെന്ന്. അയ്യോ സാർ, അതിൻ്റെ അകത്ത് എൻ്റെ പഴയ തുണിയും പാത്രം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി. ഇയാളെ ഒരു വിചാരം വല്ല പോലീസ് ഉദ്യോഗസ്ഥൻ വല്ല കളവോ മോഷണമോ ചെയ്ത മുതൽ ഈ പെട്ടിക്കകത്ത് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് ഇയാൾ വന്നിരിക്കുന്നതെന്നാണ് ഈ യാചകൻ്റെ വിചാരം. പറഞ്ഞു താൻ പരിഭ്രമിക്കുന്നു വേണ്ട, വിഷമിക്കുന്നു വേണ്ട, ഈ പെട്ടിക്കകത്ത് എന്താണ്? പറഞ്ഞു ഈ തുണികളൊക്കെയാണ് സാർ എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് എടുക്കുകയെന്ന്. ഇല്ല സാർ, ഞാനങ്ങനെ ഈ ആരെയും മോഷണം ഒന്നുമില്ല സാർ, ഞാൻ പാവാണ് സാർ. എടോ, ഞാൻ നിന്നോട് പറയലേ, ഇവൻ്റെ വിചാരം എന്താണ്? ഈ വന്നിരിക്കുന്ന ആൾ വല്ല പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെയോ ഞാൻ മോഷണം നടത്തിയ മുതലേ ഈ പെട്ടിക്കകത്ത് ഉണ്ടായിരിക്കുക, അതിന് ചോദ്യം ചെയ്യാന്നാണ് പറഞ്ഞു. എടോ, തന്നോട് ഞാൻ അതൊന്നും ചോദിച്ചില്ല, ഞാനതൊന്നിനുമല്ല വന്നത്. ഈ പെട്ടിയുടെ അകത്ത് എന്താണ്? ഞാൻ നിനക്കൊരു സമ്മാനം തരാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവൻ ആ പെട്ടിയുടെ അകത്തൊക്കെ ഈ കീറിപ്പൊളിഞ്ഞ തുണികളും കുറേ ദുർഗന്ധമുള്ള സാധനങ്ങളും ഇതൊക്കെ എടുത്ത് പുറത്തിട്ടപ്പം ഇയാൾ നോക്കി പെട്ടിക്കകത്ത്. അപ്പോൾ ഇയാൾ എന്ത് ചോദിച്ചാൽ ഇയാളുടെ കാറിൽ പോയി ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ കൊണ്ടുവന്ന് ആ പെട്ടിയിലൊരു ഭാഗത്ത് ചുരണ്ടി. അപ്പോൾ ചുരണ്ടിയപ്പോൾ എന്താ വെച്ചാൽ അതിൽ മെഴുകും കുറേ ഇതൊക്കെ പോയി, അതിൽ സ്ക്രൂസ് ഉണ്ട് അതിനകത്ത്. അത് ഇയാൾ അഴിച്ചെടുത്തു. അപ്പം എന്നുവെച്ചാൽ ഈ പെട്ടിയുടെ അകത്ത് ആ മരത്തിനെ അവിടെ ചേർന്നിട്ട് ഈ ഒരു പീസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ചേർത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പലക വെച്ചിരിക്കുക. ആ പലക അങ്ങോട്ട് ചെറിയ കഷ്ണം പീസ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ രത്നങ്ങളാണ്. എന്താണ്? ഈ യാചകനിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. സാർ, ഞാൻ മോഷ്ടിച്ചതല്ല അതൊക്കെ പറഞ്ഞ അയാൾ. എടോ, നീ മോഷ്ടിച്ചതല്ല, ഈ പെട്ടി പണ്ട് ഞങ്ങളിവിടുത്തെ വലിയ രത്നം വ്യാപാരികളായിരുന്നു. അന്ന് അവിടെ എന്തോ ഒരു കലാപം വന്നപ്പം കടയൊക്കെ തകർത്തപ്പം ഞങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. കിട്ടിയതൊക്കെ എടുത്ത് വാരി രക്ഷപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത് അന്ന് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നീട് കലാപമൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും ബിസിനസ്സൊക്കെ ചെയ്യണു. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുറവുമില്ല. ആ രത്നം മുഴുവൻ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ നന്നായാൽ മതി എന്ന്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും രത്നങ്ങൾ തൻ്റെ കയ്യിൽ, അതും അമൂല്യ രത്നങ്ങൾ. ഇതൊക്കെ അവന് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പം ആ സമയത്ത് അവൻ്റെ വിഷമം എന്താ അറിയോ? ഇത്രയും രത്നം കയ്യിൽ വെച്ചിട്ടാണല്ലോ ദൈവമേ ഞാൻ യാചിച്ച് ജീവിച്ചത്. 1 രൂപ 2 രൂപ 1 രൂപ 2 രൂപ. അന്നത് വെട്ടിപ്പൊളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കണ്ടുകിട്ടുമായിരുന്നു അല്ലേ? അന്നത് തോന്നിയതേയില്ല. ഇതാണ് മനുഷ്യ ജീവിതം. അമൂല്യ രത്നം ഉള്ളിലുണ്ടെന്ന് നമ്മളാരും അവർക്ക് പറയൂ അറിയുന്നില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്? എൻ്റെ ഉള്ളിൽ അങ്ങനൊരു അമൂല്യ രത്നം ഉണ്ടെന്ന്. ഈ അമൂല്യ രത്നം എന്ന് പറഞ്ഞാൽ വേറെ രത്നമൊന്നുമല്ല കേട്ടോ. പണ്ട് പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നതുപോലെ കീറരുത് നിങ്ങൾ. അങ്ങനെ ഒരു രത്നമൊന്നും സ്ഥൂലതലത്തിലുള്ളതല്ല. ഒരാനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ അല്ലേ ഒരു രത്നം എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. അതിനെന്ത് ചെയ്യണം? ആഴണം, വാഴണം. എങ്ങോട്ട് പോകണം? തന്നിലേക്ക്. അതിനെന്ത് വേണം? അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി അവർക്ക് പറയൂ ചെയ്യണം. അല്ലാതൊന്നും അവിടേക്ക് എത്തില്ല. ഈ തരത്തിലൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കുന്നവരാണ് നമ്മൾ. ഏതായാലും വളരെ സന്തോഷം. അപ്പം ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലും എന്തായാലും കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നാളെ നമുക്ക് ഉച്ചയോടുകൂടി ഈ യജ്ഞം പരിസമാപ്തമാവും. നാളെ 1 മണിയോട്. നാളെ ഇവിടെ ഞാൻ പറഞ്ഞു മഹാമണ്ഡലേശ്വർ സ്വാമിജി വരുന്നുണ്ട് അനുഗ്രഹിക്കാനായിട്ട്. അപ്പം നാളെ ഉച്ചയോട് കൂടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു യജ്ഞം, ഒരു സമർപ്പണം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ യജ്ഞ സമർപ്പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ ചെയ്യുന്നതെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളാൽ ആവുന്ന ഗുരുദക്ഷിണ നിങ്ങളുടെ ഒരു കവറിലിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതുകയാണെങ്കിൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്കൊരു വാട്സാപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കാം ഇല്ലേ? ഇവിടെ നിങ്ങൾക്ക് നോട്ട്ബുക്കുകൾ തരുന്നുണ്ട്. നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും അതിനകത്ത് കുറിച്ചിടുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലും എന്തെങ്കിലും പരിപാടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൃത്യമായി അറിയിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇവിടെ നോട്ട്ബുക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാസ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. എന്നാൽ അതുപോലെ കൊണ്ടുവന്നുണ്ട് പുസ്തകം. എത്ര ബുക്കുണ്ട് ഇവിടെ? ലളിതാ സഹസ്രനാമത്തിൻ്റെ 4 ബുക്കോ? 4 ബുക്ക് കൊടുത്തോളൂ. കൊടുത്തോളൂ, ആളുകൾക്ക് കൊടുത്തോളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ ഗുരുദക്ഷിണ സമർപ്പിക്കുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? കേട്ടില്ല. ഇന്ന് നമുക്കൊന്ന് വൈകുന്നേരം ചൊല്ലാം ലളിതാ സഹസ്രനാമം. ഇപ്പം ചൊല്ലിയാൽ വൈകും. ഇപ്പം ചൊല്ലാൻ പറ്റുമോ? സമയം ഒത്തിരി വൈകിപ്പോയി അല്ലേ? കുറേ വൈകിപ്പോയില്ലേ? ഭക്ഷണം വല്ലാതെ ലേറ്റാവും. നമുക്കൊന്ന് വൈകുന്നേരം ചൊല്ലാം എല്ലാവർക്കും. വിളക്ക കൊളുത്തി നമുക്കൊന്ന് ഗംഭീരമായിട്ട് ചൊല്ലാം ലളിതാ സഹസ്രം. ഇന്ന് വൈകുന്നേരം പ്രോഗ്രാം ഇല്ലല്ലോ, സ്റ്റേജ് പ്രോഗ്രാം ഇല്ലല്ലോ. ഇന്ന് വൈകുന്നേരം സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടോ? ഇന്നുണ്ടോ? അതല്ല, മറ്റേ പബ്ലിക് പ്രോഗ്രാം ഇല്ലല്ലോ, യുവജന വിദ്യാർത്ഥി. അപ്പോൾ ആ സമയത്ത് നമുക്കതിന് കഴിഞ്ഞ ഉടനെ ചൊല്ലാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലാം. അപ്പോൾ നാളെ നമ്മൾ ഉച്ചയോടുകൂടി ഈ യജ്ഞം പരിസമാപ്തമാക്കും. ഓക്കെ. എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളെല്ലാവരും നാളെ കുട്ടികളെയൊക്കെ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു കീർത്തനമൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഉപസംഹരിപ്പിക്കാം. എല്ലാവരും ഉറക്കെ ചൊല്ലണേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി. മുരളീധര ഗോവർദ്ധനധാരി. മുരളീധര ഗോവർദ്ധനധാരി. മുരളീധര ഗോവർദ്ധനധാരി. മുരളീധര ഗോവർദ്ധനധാരി. ശംഖചക്രപീതാംബരധാരി. 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 കരുണാസാഗര കൃഷ്ണ മുരാരി. കരുണാസാഗര കൃഷ്ണ മുരാരി. കരുണാസാഗര കൃഷ്ണ മുരാരി. കരുണാസാഗര കൃഷ്ണ മുരാരി. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി. മുരളീധര ഗോവർദ്ധനധാരി. മുരളീധര ഗോവർദ്ധനധാരി. ശംഖചക്രപീതാംബരധാരി. 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 കരുണാസാഗര കൃഷ്ണ മുരാരി. കരുണാസാഗര കൃഷ്ണ മുരാരി.
മുരളീധര കൃഷ്ണ മധുര മധുര മുരളീധര കൃഷ്ണ മധുര മധുര മുരളീധര കൃഷ്ണ മധുര മധുര മുരളീധര കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി മായി മേരാ ഹൃദയ വിഹാരി മായി മേരാ ഹൃദയ വിഹാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി മുരളീധര ഗോവർദ്ധനധാരി മുരളീധര ഗോവർദ്ധനധാരി ശംഖ ചക്ര പീതാംബരധാരി ശംഖ ചക്ര പീതാംബരധാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി 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 കരുണാ സാഗര കൃഷ്ണ മുരാരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ
അച്യുതാ മാധവ വാസുദേവായ സുധാ മാധവ വാസുദേവായ സച്ചിദാനന്ദ ഹേ വാസുദേവായ സച്ചിദാനന്ദ ഹേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ ഓം നമോ ഭഗവതേ 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 വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ ഓം നമോ ഭഗവതേ 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 വാസുദേവായ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്രാശ്രിത വത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം 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 ശരണം മേ തവ ശരണ ശരണ ശരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഉച്ചയ്ക്ക് ശേഷം നമുക്കെന്ന്